പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞു, ഒരു ചായ കഴിഞ്ഞു, ആസ് യൂഷ്വൽ. ഇപ്പോൾ നമ്മൾ സാമ്പാർ അടുപ്പത്ത് കിടന്ന് തിളക്കുകയാണ്. ഈ സാമ്പാറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? വന്ന് നോക്കിയപ്പോഴേ തുവരപ്പരിപ്പെല്ലാം പൂത്തുപോയി. പൂത്ത വകകളൊക്കെ കൊണ്ട് കളയുകയായിരുന്നു ഇന്നത്തെ എൻ്റെ ജോലി. അപ്പോൾ ഇന്നലെ ലിസ്റ്റിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചപ്പോഴും തുവരപ്പരിപ്പ് മറന്നുപോയി, സാമ്പാർ പരിപ്പ് മറന്നുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഇതില്ലേ, നമ്മുടെ പരിപ്പും പപ്പടവും നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്നതാണ്. നമ്മുടെ ചക്കൻ തിരുവണ്ണാമൂരിലെ പരിപ്പ്, ആ പരിപ്പും പപ്പടവും ഇല്ലേ, ആ പരിപ്പും പപ്പടവും ഇതിൻ്റെ പരിപ്പിരുന്നു. ഇരുന്നല്ല, ഇന്നലെ മേടിച്ചപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് നീക്കി വെച്ച് നോക്കട്ടെ, എന്നെ ഒന്ന് കാണുകയുള്ളൂ. അല്ലെ രജനി വന്നിട്ടാണെങ്കിൽ പിന്നെ അവളെല്ലാം ഒക്കെ ഒന്ന് കറക്റ്റ് സ്ഥലത്തേക്ക് വെച്ച് വരും. ഞാൻ ഇനി അതൊന്നും ആയിട്ടില്ല കുട്ടികളെ. അപ്പോൾ ഇവിടെ വൃത്തിയാകും. പിന്നെ ഇവിടെ ഒക്കെ അവൾ വന്നേരെ ഒന്ന് രൂപപ്പെടുത്തുള്ളൂ. ഈ അടുപ്പത്തെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ, അടുപ്പൊന്നും കാണുന്നില്ലേ. ഇതാ ഈ അടുപ്പത്തെ ഇഡലി പാത്രത്തിൽ വെള്ളം തിളക്കുകയാണ്. നമുക്ക് ഇഡലി വാങ്ങി വയ്ക്കണം. അത് വെള്ളം തിളച്ച് ഇനി നമുക്ക് ഇഡലി ഒഴിക്കാം. അതിലൂടെ സാമ്പാർ ഇവിടെ കണ്ട് വേറുന്നുണ്ട് കേട്ടോ. ഈ സാമ്പാർ സ്പെഷ്യൽ സാമ്പാറാണ്, ഞാൻ നിങ്ങളോട് പറയാം. ഇതിലോട്ട് ആദ്യം മാവ് ഒഴിക്കട്ടെ. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. കാരണം മാഷ് ഇനിയും വൈകും. കാരണം എന്താ വെച്ചാൽ മാഷൊക്കെ ഇന്നലെ പല്ലെടുത്തു. ഇത് കാരണം ഒഴിക്കട്ടെ. ഇവിടെ ചെറിയ പാടുള്ളൂ. എനിക്ക് കുഞ്ഞിഡലി ഇഷ്ടം. ഞാനിത് രണ്ടെണ്ണേ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഓട്സോ എന്തെങ്കിലും ഒരു 11 മണിയാകുമ്പോൾ കഴിക്കും. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാണുന്നില്ലേ? മാഷിന് ഇത്തിരി കൂടെ വലിയ ഇഡലി കുടിക്കാം. ഇന്ന് എത്ര കഴിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ, പല്ലെടുപ്പിക്കല്ലേ. അത് പറ്റിന് കുറ്റിയായിരുന്നേ, അത് കാരണം കൊണ്ട് അവർക്കത് കീറി എടുക്കേണ്ടി വന്നു. ദീപ നല്ല സെൻട്രൽ ഡോക്ടറാണ്. ഞങ്ങൾക്ക് മകളെ പോലെയാണ്, അത്ര ഇഷ്ടമാണ് ദീപയെ. വർഷങ്ങളായിട്ടെന്ന് പറയാൻ അത്ര വയസ്സൊന്നുമില്ല ദീപയ്ക്ക്. കുറേ നാളായിട്ട് ദീപയാണ് ഞങ്ങളുടെ ഡോക്ടർ. ദീപയും ദീപയുടെ ഭർത്താവ് പ്രസാദും രണ്ടുപേരും പാലക്കാട് ലീഡിങ് ദന്ത ഡോക്ടേഴ്സാണ്. അപ്പോൾ പല്ലൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് മാഷ്. അത് കാരണം ഞാൻ ഈ സാമ്പാറിൻ്റെ ഉപ്പോ പുളിയൊക്കെ നോക്കട്ടെ. കൂട്ടുകാരെ എല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പൊടി കല്ലുപ്പ് പൊടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ, കലക്കി വെച്ചിട്ടുണ്ട്. ഈ പൊടിച്ചു വെച്ച കല്ലുപ്പായാലും അതിനകത്ത് മണ്ണൊക്കെ ഉണ്ട് പൊടിഞ്ഞാലും. എന്നാലും മറ്റേ പൊടി മേടിക്കുന്നതിനൊക്കെ ഭേദമെന്നേ ഉള്ളൂ. വലിയൊരു കുപ്പിപ്പാത്രമുണ്ട്, അതിനകത്ത് ആദ്യം ഉപ്പിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കളയുമെന്ന്. അപ്പം തന്നെ പൊടിയൊക്കെ ഒരുപാട് മണ്ണ് കൂടിയൊക്കെ ഉണ്ടാവും. പിന്നെ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ച് ഉപ്പ് കല്ലിട്ട് ഇളക്കി അവിടെ വയ്ക്കും. പണ്ട് നമ്മുടെയൊക്കെ നാട്ടില് ഉപ്പുവാറെന്ന് പറയും. ബുദ്ധമൊന്നുമല്ല വാറ് കേട്ടോ, ഉപ്പുവാറ. ഈ ഉപ്പുവാറ് മാറി എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ അതിനകത്ത് അതിന് രണ്ടിനും ഒരു ഓവൽ ഷേപ്പിലൊരു സംഭവമാണ്. അതിന് തടി കൊണ്ടുള്ള ഒരു അടപ്പും കാണും. ആ അടപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതിപ്പോൾ അവിടുന്നില്ല, ഇന്ന് എല്ലാവരും അയോഡൈസ്ഡൊന്നും പറഞ്ഞ്
ഒരു പന്നിയുപ്പൊക്കെ അല്ലേ മേടിക്കുന്നത്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ കഥ ഈ അടുപ്പത്തെ തിരി എന്തോ തിരി നീട്ടാൻ മറന്നുപോയി. തിരി തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. ഇതാ ആദ്യമായിട്ട് നോക്കൂ, പൂത്തുപോയി ഞാൻ പറഞ്ഞില്ലേ പരിപ്പൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞാനിതിലൊന്നിനും കടുവ് വറക്കില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഇനി ഇത് കടുവ് താളിക്കണം, പക്ഷെ ഞങ്ങൾ താളിക്കുന്നില്ല. കഴിഞ്ഞു, സാമ്പാറായി. ഞാൻ എന്നും പറയുന്നത് രജനി 11:30 ആണല്ലോ വരുമ്പോൾ. അപ്പം അതിനു മുമ്പേ എൻ്റെ ഒരുവിധപ്പെട്ട കുക്കിങ്ങിനോടാ രജനിയെ നിർത്തിയിരിക്കുന്നത്. പക്ഷെ അവൾ രാവിലെ എത്തില്ല, പിന്നെ 11 മണിക്ക് 11:30 കഴിയും എത്താൻ. ഒരല്പം കായം കൊണ്ടിട്ട കായപ്പൊടി ഉണ്ട്. കായം അരിക്കുമ്പോൾ കായം കൂടെ വറുത്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിനിടയിലൊക്കെ അപ്പോൾ എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിക്കണം. ഇന്നലെ എന്നോട് 1-2 പേര് പറഞ്ഞു, മാഷോടെ പല്ലെടുക്കാൻ ഞാൻ പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ കുറച്ച് പേര് അവിടെ ഞാൻ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ടീച്ചർ ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, നന്നായിരിക്കുന്നുണ്ട്, അടിപൊളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവരൊക്കെ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വ്യൂസ് വളരെ കുറവാണ്. ഞാനൊരു സന്തോഷമെന്ന് പറഞ്ഞു. മതിയില്ല, ഇത്തിരി കറിവേപ്പില ഊരിയിട്ടാൽ മതി. കുട്ടികളെ മോടെ അവിടെ നിന്ന് ഒരു കറിവേപ്പ് അങ്ങനെ കൊണ്ടുവന്നു. പക്ഷെങ്കിൽ ഇത് കടുവ് താളിച്ചാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ വേണ്ട. ആ കറിവേപ്പില മുഴുവനും വാടിപ്പോയി. അതെന്നാൽ മോളെന്നോട് പറഞ്ഞത്, അമ്മ അത് അങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഞാനത് കൊണ്ടുവരാനുള്ള അമ്മ ഡിക്കിയിലല്ലേ വെക്കുന്നത്, അതിനകത്ത് കാര്യമായ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു മോള്. ആക്ച്വലി ഞാനത് ഊരിയിട്ട് ഒരു കുപ്പിക്കകത്താ കൊണ്ടുവന്നത്. കുപ്പിയിൽ അമക്കി വെച്ചല്ലേ കൊണ്ടുവന്നേ. അത് കാരണം കൊണ്ട് അത് അങ്ങ് വാടിപ്പോയി. പിന്നെ പകുതി സമയം AC ഇട്ടില്ല, കാരണം വെളുപ്പിനല്ലേ തിരിച്ച്. അപ്പം അന്നേരം AC വേണ്ടായിരുന്നു. പിന്നെ ഒരു ചാലക്കുടി ആയപ്പോഴാണ് AC ഇട്ടത്. അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ എങ്ങും പോയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഷാൾ ഇട്ടില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഒരു കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ അവിടെ കണ്ട് വേഗത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. ഇവിടെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന താഴെ കിടക്കുക കേട്ടോ. ഒന്നും വിചാരിക്കണ്ട, അതൊക്കെ കുറേയൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് കയറ്റി ബാക്കിയൊക്കെ ഉണ്ട്. എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ തന്നെയാണ്. അതായത് പരിപ്പ്, തോരപ്പരിപ്പ്, സാമ്പാർ പരിപ്പില്ല, പൂത്തുപോയി ഇവിടെ, അതെല്ലാം കളഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം ഒരു കവർ ഇരിപ്പുണ്ടെന്നാണ്. ഇന്നലെ സാധനങ്ങൾക്കെല്ലാം അവർ സാധനങ്ങൾ ലിസ്റ്റിട്ടു. അവർ കൊണ്ടു തരിക ആരാ ഇവിടുന്ന് പോകാനൊക്കെ. അപ്പോൾ അത് പൂത്തിരിക്കുന്നു. ഒരു ലേശം ഒന്നാണ് ഇവൾ കട്ട് ചെയ്ത് എടുത്ത് ബാക്കി അങ്ങനെ വെക്കും, ഡബ്ബയിലിട്ട് വെക്കില്ല. അത് കാരണം കൊണ്ട് അത് പൂത്ത് ഒത്തിരി അത് പൊട്ടിച്ചിട്ടില്ല എന്ന് പൂക്കില്ല. അങ്ങനെ ഞാൻ എളുപ്പം പറഞ്ഞു നിർത്താം, കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനാകും. അത് വേകുന്നതിനും വരെ കപ്പയോട് പറയുള്ളൂ. നമ്മുടെ പരിപ്പും പപ്പടവും കൂട്ടി നമ്മൾ ഇന്ന് പരിപ്പ്, ചെറുപരിപ്പ്, വെളുത്തത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനിവിടെ സാധാരണ ചെയ്യുന്നത് ചെറുപയറിനെ വറുത്ത് അലകാക്കുക എന്ന് പറയും, രണ്ടാക്കും. അങ്ങനെ രണ്ടാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ആ പരിപ്പിൽ കേട്ടോ, നല്ല കുറവാണുള്ളൂ. പക്ഷേ ഈ പരിപ്പ് ഉണ്ടായിരുന്നു, പരിപ്പിൻ്റെ പരിപ്പ്. അതൊരു പിടി ഇട്ട് നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളിൽ പലരും ഈ സൂത്രപ്പണി ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം. ഞാൻ വലിയ അതിശയോക്തിയോടും എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചു ഈ പരിപ്പ് എടുത്ത് ഇട്ടാലോ. അപ്പോൾ ആ പരിപ്പ്
നമ്മൾ പരിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വറക്കണം, ചൂടാക്കണം. ഇത് ചൂടാക്കുകയൊന്നും വേണ്ട, ചൂടാക്കി അതിന് വേറൊരു ടേസ്റ്റ് വരും. ഇതിപ്പോൾ നോക്കൂ, ആ പരിപ്പ് കഴുകിയിട്ട് കഷണങ്ങളെല്ലാം കൂടെ അരിഞ്ഞ് അങ്ങോട്ട് കഴുകി വരിയിട്ടു. ഇതെല്ലാം കൂടെ എന്നിട്ട് ഒരു തക്കാളി വിട്ടു, ഒരു ലേശം പുളിയും പിഴിഞ്ഞൊഴിച്ചു, ഉപ്പ് മഞ്ഞപ്പൊടി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പ് മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ട് അടച്ചവിടെ വെച്ച് 3 സ്റ്റീം വന്നു. സ്റ്റീം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റീം പോയി കഴിഞ്ഞാൽ നോക്കുമ്പോൾ നല്ല പാകമായി കിടക്കുന്നു. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത്രയും സാധനങ്ങൾ. പിന്നെ കായ ഇട്ട് ഞാൻ ഇത് കഷ്ണം ഇട്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെള്ളത്തിൽ തിളപ്പിച്ചാർച്ച വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇഡ്ഡലിയുടെയും ദോശയുടെയും സാമ്പാറിന് പുളി ചേർക്കാത്ത നല്ലത്, തക്കാളി മാത്രം മതി. കാരണം ഇതിന് പുളിപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ പുളിപ്പ് എന്നാലും നമ്മുടെ ആചാരം അനുസരിച്ച് ഇത്തിരി പുളിപ്പ് ചേർക്കും നമ്മളല്ലേ, നമ്മളതിന് രീതി ശീലമായില്ലേ. എൻ്റെ ഷാളിടീരി പോലെ ഷാളിടാനപ്പോൾ എനിക്ക് എന്താ മര്യാദ ഓടിപ്പോയി ഷാൾ എടുത്തുകൊണ്ട് വന്നത്. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പല്ലെടുക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ 2 കുട്ടികളെ എൻ്റെ പണ്ട് പഠിപ്പിച്ച കുട്ടിച്ചോ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് ഒന്നും കാര്യമായിട്ട് കയറുന്നില്ല, സബ്സ്ക്രിപ്ഷൻ കയറുന്നില്ല, ലൈക്കും കമൻറ്റും കയറുന്നില്ല എന്നൊക്കെ അവരോട് പറഞ്ഞു. ടീച്ചർ ഞങ്ങൾ കണ്ടങ്ങ് പോകേ ഉള്ളൂ, ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ നിൽക്കുകയില്ല, അങ്ങനെ അത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരും എന്നോട് ടീച്ചർ എന്തിനാണ് ടീച്ചർ ഈ ഷാൾ ഇടുന്നത്, ഷാളൊന്നും ആരും ഇപ്പോൾ ഇടില്ലല്ലോ, ഞങ്ങൾക്ക് പേടിയാണ് ടീച്ചർ പാചകം ചെയ്തിട്ടോ ടീച്ചറുടെ ഷാളതെ മുട്ടുമോ ഷാള് തീരെ മുട്ടുമോ ഞങ്ങൾ ടെൻഷനാണെന്ന് പറഞ്ഞവർ. അപ്പം നമ്മളെ അത്രയും സ്നേഹിക്കുന്ന കുട്ടികളുടെ പണ്ടത്തെ കുട്ടികളാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷാളിനെ കുറിച്ച് ചിന്തിച്ചില്ല, പക്ഷെ എനിക്ക് വീഡിയോയിൽ കൂടെ കാണുമ്പം എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേട്. പക്ഷെ ഇനി ഞാനും അത് ശീലമാക്കാൻ പോവാം ഷാളിടാതെ. എനിക്കിത് അങ്ങനെ ഇതല്ല. അപ്പോൾ അന്നേരം വെളി വെച്ച് കണ്ടപ്പോഴും അവരെൻ്റെ ചുരിദാറിൻ്റെ ഷാളിനെ ഇതാക്കില്ല. ടീച്ചർ ഇത് വേണ്ട കേട്ടോ, എന്തിനാ ഇത്, ഈ ഷാളിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ശീലമാക്കാം അല്ലേ. അങ്ങനെ സാമ്പാറായി. ഈ സാമ്പാറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് ചെറുപരിപ്പിട്ടാണ് സാമ്പാർ വെച്ചിരിക്കുന്നത്. ഒരു നേരം നമുക്ക് സാമ്പാർ പരിപ്പില്ലേലും ഇത് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നല്ല സാമ്പാർ കേട്ടോ, സത്യം പറഞ്ഞാൽ പരിപ്പിട്ട് വയ്ക്കുന്നതിനേക്കാളും നല്ല സാമ്പാർ പരിപ്പിട്ട് വയ്ക്കുന്നതിനേക്കാളും നല്ല സാമ്പാർ. അതിന് പിന്നെ ഈ സാമ്പാർ പൊടിയൊക്കെ എന്തിനാണ് കുട്ടികളെ മേടിക്കുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, അല്ലെങ്കിൽ മുളകും മല്ലി, മുഴുവനുള്ള മല്ലി, മുളകും മല്ലിയും കായോ ഉലുവായും കൂടെ വറുത്തിട്ട് ആ മിക്സിയിലോട്ടൊന്ന് ഒന്ന് വെക്കുമ്പോൾ പൊടി, പിന്നെ ലേശം വെള്ളവും കൂടെ വെച്ച് അതിനെ അരച്ചിങ് എടുത്താൽ മതി. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ സാമ്പാർ പൊടി നമ്മൾ കരുതിയേക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള സാമ്പാറാണിത്. ഞാൻ കടുവൊന്നും താളിക്കുന്നില്ല, ഇത് നിങ്ങൾ വറുത്തിടണം. കടുവ് താളിക്കണം കേട്ടോ, അതാ രുചി. ചെറുപ്പക്കാരൊക്കെ കടുവ് വറുത്തിട്ടൊക്കെ കറികൾ വെച്ചോളൂ. ഇപ്പം കഴിച്ചില്ലേ നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത്? എന്നെപ്പോലുള്ള വയസ്സുമാർക്കൊന്നും അത് ഒഴിവാക്കുന്നത് നല്ലത്. ഇത് ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഇന്ന് 4, 5, 10 ഇഡ്ഡലി ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഇഡ്ഡലിയെ ഞാൻ കഴിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ അത് ഒരുപാട് അധികം വരും. കാരണം ഒരു മാസമൊക്കെ ഇന്ന് ഈ ഇത് പാടില്ലല്ലോ, പല്ലെടുത്തത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓട്സും ഒന്നും കുടിക്കുകയില്ല, ഞാൻ ഓരോ കാലത്ത് കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്നിനി അരി അടുപ്പത്തിടും. ഓരോന്നായിട്ട് ഞാനിങ്ങനെ തുടങ്ങും. അത് തന്നെ മക്കൾ പറയുന്നത് ആളിനെ ആക്കി തന്നിട്ടുണ്ട് ഭക്ഷണം വയ്ക്കാൻ, പിന്നെ എന്തിനാ അമ്മയിൽ കയറുന്നത്? കുട്ടികളെ ഞാൻ പറയാം, നിങ്ങളോടല്ല, എന്നെപ്പോലെ എൻ്റെ പ്രായമുള്ളവരോട് ഞാൻ പറയാം. അതായത് നിങ്ങൾ മക്കൾ വെച്ച് തരുന്നതും കഴിച്ചുകൊണ്ട് മൂലം ഇരിക്കരുത്. നിങ്ങൾക്കാകുന്നൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അല്ല. അതിപ്പോൾ ചെറുപ്പക്കാരനോ പ്രായമായവരെന്നോ പാടുവൃദ്ധരെന്നോ ഒന്നുമില്ല. ഈശ്വരൻ വിചാരിക്കുമ്പോൾ പോകേണ്ട സമയത്ത് നമ്മൾ പോകും. അത് പറഞ്ഞിട്ട് 78ആയി 80ആയി 90ആയി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ മൂലയിൽ കയറി ഇരിക്കണ്ട. കഴിയുന്നിടത്തോളം കുട്ടികൾക്ക് നമ്മൾ സഹായിക്കണം. ഇത്തവണ ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പിള്ളേർക്ക് മരുമക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല.
അവരൊക്കെ വെളുപ്പിന് ആളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റേതായി എന്തെങ്കിലും അവർക്ക് വെച്ചു കൊടുക്കും. സമയമൊന്നും അമ്മ ഇത്ര നാൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തില്ല, ഇനി അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. ഇവിടെ ആളുണ്ടല്ലോ ചെയ്യാൻ പറയും. പിന്നെ മരുമക്കൾ പിള്ളേർ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പിന്നെ ഇപ്പം മിടുക്കിമാരാണ് 3 പേര്, എല്ലാം ചെയ്തോളൂ. മക്കൾ നാട്ടിലില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അപാകതയും അവിടെ സംഭവിക്കില്ല, അവരെല്ലാം ചെയ്യും. അത് ഈശ്വരാനുഗ്രഹം, നല്ല പിള്ളേരെ വളരെ ബഹളങ്ങളൊക്കെ ഉള്ള ചാട്ടക്കാരായിട്ടുള്ള പിള്ളേരൊക്കെയാണ് നമ്മളിപ്പോൾ എന്തെല്ലാം ഈ ലോകത്ത് കേൾക്കുന്നു. അതൊന്നുമില്ലാതെ ഭഗവാനെ കൈകൂട്ടുന്നതിൻ്റെ വരമാണ്. പിന്നെ അവരുടെ അച്ഛനമ്മമാരുടെ സുഹൃത, അവരുടെ പുണ്യം. അതുതന്നെ നമ്മൾ നല്ല 3 മക്കളെ കൊടുത്തതുപോലെ അവരെനിക്കും 3 നല്ല പിള്ളേരെ തന്നു. പിന്നെ അവർക്ക് നമ്മുടെ കൂടെ ഒന്നും വന്ന് നിൽക്കാൻ സാധിക്കില്ല. കാരണം കുട്ടികളെ വളർത്തിയൊക്കെ ഞാനിപ്പം പിള്ളേരെ നിങ്ങളോട് പറയാം, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടി ഇരുന്നു ഇല്ലല്ലോ. ഞാൻ കൂടുതലും പോയിരിക്കുന്ന ഈ 3 പിള്ളേരെ പ്രസവിക്കാൻ പോയ സമയത്താണ് 56 കഴിയുന്നിടം വരെ അവിടെ ഉണ്ടാവും. പ്രസവത്തിന് ഒരു 10 ദിവസം മുമ്പേ അവർ ചെയ്യും. പിന്നെ വെക്കേഷന് പോകും. ഇതൊക്കെയാണ് ആകെ ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും മരിക്കുമ്പോഴൊന്നും ഞാൻ എടുത്തില്ല. ആലോചിച്ച് നോക്കാൻ. അപ്പോൾ പിന്നെ അന്നത്തെ കാലം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരിങ്ങനെ അവരുടെ വളരെ ഫാസ്റ്റായിട്ട് അവരുടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പാസഞ്ചർ പോലെ അവരിങ്ങനെ ഓടുകയല്ലേ പിള്ളേർ. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് വയ്യാതാകുമ്പോൾ അവർ വരുമോ കൊണ്ടുപോകുമോ ഒക്കെ ചെയ്യുന്നത് ചെയ്തോണം, അത്രയല്ലേ വേണ്ടു. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള പോലെ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുന്നതാണ് നമുക്ക് പ്രായമായവർക്ക് നല്ലത്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറ്റുകയല്ലോ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും. അതിനിടയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് തിരുവോണത്തിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞു, തിരുവോണത്തിൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു, തിരുവോണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ആ സദ്യയെ നമ്മളെല്ലാ കൊല്ലം സദ്യ ഉണ്ണുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ ഇരിക്കുന്ന ഒരു രുചിയുണ്ട്, ഒരു രുചിക്കൂട്ടുണ്ട്. തിരുവോണത്തിന് പിറ്റേ ദിവസത്തെ അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കുക. ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറിലുള്ളവർ പറയും, കോട്ടയത്തുള്ളവർ അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. പാലക്കാടൊന്നുമില്ല കേട്ടോ, ഇല്ലാതെ തോന്നുന്നു. ഞങ്ങളെപ്പോലെ മധ്യ തിരുവിതാംകൂറിൽ വന്ന് താമസിക്കുന്നവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഈ അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തിരുവോണത്തിൻ്റെ അന്ന് എല്ലാ സദ്യവട്ടങ്ങളുടെയും ബാലൻസ് ഉണ്ടാവും, ചോറും ഉണ്ടാവും. ചോറിനകത്ത് ചോറ് കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും. വലിയ മൺകലത്തിലാണ് അന്ന് വയ്ക്കുന്നത്. ഒരുപാട് പേരില്ലേ, കൂട്ടുകുടുംബങ്ങളല്ലേ. അപ്പോൾ വലിയ മൺകലത്തിലാണ് വയ്ക്കുന്നത്. ഈ ചോറിങ്ങനെ അമങ്ങിയിരിക്കുകയല്ലേ. ഇപ്പോൾ വിളമ്പി വന്നു കഴിഞ്ഞാൽ കട്ടയായിട്ടിരിക്കും. തലേദിവസം രാത്രിയിൽ അതിനകത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിടും. തണുത്ത വെള്ളം പച്ചവെള്ളം. അന്ന് ഈ തിളപ്പിച്ചാറിൻ്റെ പരിപാടിയൊന്നുമില്ല. നല്ല അന്ന് വെള്ളത്തിലൊന്നും മായമില്ലല്ലോ. ഇത് വെള്ളം വായു എല്ലാം മായമല്ലേ. അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചിടും. പിന്നെ കൂട്ടാനെല്ലാം വറ്റിക്കാന്ന് പറഞ്ഞ ഇടപാടുണ്ട്. അത് എല്ലാ കൂട്ടാനുകളും കൂടെ പിറ്റേ ദിവസം ബാലൻസ് വന്നാൽ അതെല്ലാം കൂടെ ചേർത്ത് വറ്റിച്ചിടും. ഇത് കൂട്ടാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കും. രാവിലെ ഈ കൂട്ടാനെല്ലാം ഈ വെള്ളച്ചോറിനകത്ത് പരിങ്ങിനിക്ക് അകത്തോട്ടിടും. വെള്ളത്തോടുകൂടി പരിങ്ങിനിക്ക് അകത്തോട്ടിടും എല്ലാ കൂട്ടാനും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യും. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, കിട്ടിശ്ശേരി എല്ലാം ഇടും. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് എല്ലാം കൂടി 2 തവി ഈ കട്ട ചോറും ഇതും കൂടെ കൊടുക്കും. അപ്പോൾ അവിട്ടത്തിൻ്റെ രാവിലത്തെ എല്ലാ വീടുകളിലെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ പ്രായഭേദമോ ഒന്നുമില്ല, എല്ലാ വീടുകളിലെ പിന്നെ പ്രഭാത ഭക്ഷണം ഔട്ടത്തില്ലെന്ന് ഈ ഭക്ഷണമായിരിക്കും. അപ്പോൾ അതിനാണ് ആ കട്ട പൊട്ടിച്ച് ഇതെല്ലാം കൂടി കൂട്ടാനുകളെല്ലാം കൂടെ പരത്തി. ആഹാ, എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയാം. അതിൻ്റെ ടേസ്റ്റ് ഇന്ന് നാവിൽ നിന്ന് പോയിട്ടില്ല, അത് പോവുകയില്ല. തിരുവോണ സദ്യ പറഞ്ഞാലും ഔട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കും. അതിന് ഔട്ടക്കട്ട ചവിട്ടിയൊന്നും അല്ലല്ലോ പൊട്ടിക്കുന്നത്, കൈകൊണ്ടാണ് പൊട്ടിക്കുന്നത്. എന്നാലും ഒരു രീതിയിൽ അങ്ങ് പറയും, ഇന്ന് വരുന്ന രാവിലെ ഔട്ടക്കട്ട ചവിട്ടി പൊട്ടിച്ചു എന്ന് പറയും. അതാണ് ഔട്ടക്കട്ട. ഈ ഔട്ടക്കട്ട കഴിച്ചവർ എത്ര പേരുണ്ട് നിങ്ങൾ എന്നോട് പറയണം. നമ്മുടെ പഴമയൊക്കെ നമ്മളൊന്ന് പുൽകുക, പഴമയൊക്കെ നമ്മളൊന്ന്
മുറുകെ പിടിക്കുക, പഴയ സംസ്കാരത്തിൻ്റെ കൂടെ പോവുക. ഈ പുതുമയിലേക്ക് ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ പഴയ സംസ്കാരം. എന്നെപ്പോലെയുള്ള അമ്മമാർ എൻ്റെ ഏജിലും അതിന് കുറച്ച് താഴെ കുറച്ച് മുമ്പിലുമായിട്ടുള്ളവരൊക്കെ അവർക്കൊരു ഭാഗ്യമുണ്ടായി. പഴമേ പുതുമേ അനുഭവിക്കാനുള്ള യോഗം അവർക്കുണ്ടായി. ഇന്നിപ്പോൾ എൻ്റെ ഇഡ്ഡലി ഭാഗമായി. ഞാനിനി എൻ്റെ ഇഡ്ഡലി ഓഫാക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ്. നിങ്ങളുമൊക്കെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇഡ്ഡലി ഓഫാക്കി സാമ്പാർ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് മരുന്ന് എടുക്കണം, കഴിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഞാൻ കുറച്ച് കുശലങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? നിങ്ങളുടെ സരസ്വതി ടീച്ചറല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് എനിക്കിപ്പോൾ നിറയെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പക്ഷേ ഈ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് എനിക്ക് ഇനി എത്ര കാലം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ. കുറച്ചുകൂടെ നേരത്തെ തുടങ്ങേണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. സത്യം എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അപ്പോൾ എനിക്കൊരു സമയമുണ്ടോ? ആ സമയമൊന്നും നമ്മുടെ കയ്യിലല്ലോ, ഭഗവാന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയതായിട്ട് നിറയെ കൂട്ടുകാർ എനിക്ക് വരുന്നുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി വിട്ടക്കട്ട കഴിച്ചവർ പറയണം, ഞങ്ങളൊക്കെ കഴിച്ചു ടീച്ചറിന് അവിടത്തിൻ്റെ പഴങ്ങനി സദ്യവട്ടങ്ങളും എൻ്റെ കറികളും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ആ മിശ്രിതത്തിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റും. എന്തൊരു ഫുഡാണ്, എന്തൊരു രുചിയാണ്. അതേ സമയത്ത് പിറ്റേ ദിവസം ഇനിയും ബാക്കി കറികൾ വന്നാൽ അതിനെല്ലാം കൂടെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വറ്റിച്ച് ഇളക്കി വറ്റിച്ച് ഒരു കൂട്ടുപോലെ ആക്കും. അതിന് നമുക്ക് അച്ചാർ കൂടുന്ന ഓരോ സ്പൂൺ എടുത്താൽ മതി അന്ന് ഉച്ചയ്ക്ക് ഓടുന്നാൻ. ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. അപ്പോൾ ഔട്ടത്തിൻ്റെ പ്രത്യേകത, തിരുവോണത്തിൻ്റെ പ്രത്യേകത, പിന്നെ ഉത്രട്ടാതി വള്ളംകളിയുടെ തിരുവോണത്തോണി ഞാൻ ഇന്നലെ ഇട്ടിരുന്നു. നിങ്ങൾ ആരും അത് കണ്ടില്ല. പക്ഷെ ഞാൻ 10 മണിക്ക് ശേഷമാണ് ഇട്ടത്. ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഇട്ടത്. പിന്നെ തിരുവോണത്തോണിയെക്കുറിച്ച് പിന്നെ അറമുള ഉത്രട്ടാതി വള്ളംകളി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ തിരുവോണത്തിന് വള്ളം വരും. തിരുവോണത്തോണി എന്നതിനാണ് പറയുന്നത്. അത് വളരെയധികം സവിശേഷമാണ്. വളരെയധികം ആചാരങ്ങളുമുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ വയ്യ, അതിനുവേണ്ടി ഞാൻ ഇടുന്നത്. ഇപ്പം എത്ര പേർക്ക് ആ തിരുവോണത്തോണി പാട്ടിനകത്ത് എന്തോ ഒരു പാട്ടുണ്ട്. പുഴയുടെ തീരത്തോ ഉത്രാടരാത്രിയിൽ, ഞാൻ മറന്നത്. വിസ്മയത്തോടെ ഞാൻ നിന്നു തിരുവോണത്തോണി കണ്ടു, പുഴയുടെ തീരത്തോ ഉത്രാടരാത്രിയിൽ തിരുവോണത്തോണി കണ്ടു. ആ പാട്ട് എനിക്ക് അറിയില്ല, ഓർമ്മ പെട്ടെന്ന് തിരുവോണത്തോണി എന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ പിന്നീട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പാടിത്തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകളും സമൃദ്ധിയും ഐശ്വര്യവും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത തിരുവോണത്തിലേക്ക് നമുക്ക് അടുത്ത തിരുവോണം, അടുത്ത വർഷങ്ങളിലെ തിരുവോണമൊക്കെ ആഘോഷിക്കാൻ ഭഗവാൻ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു, ലോക സമസ്ത സുഖിനോ ഭവതു. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സുഖമായിരിക്കട്ടെ. അതിലും വലിയൊരു പ്രാർത്ഥന ഇല്ലെന്നേ, അല്ലേ? അപ്പം ബൈ.